എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നവ്യനെ ഇളക്കി വിടാൻ വേണ്ടി ചെന്നേക്കുവാണ് ജലജ നവ്യയോട് പറയുവാണ്, നവ്യ നീയും കുഞ്ഞും കൂടി ഇങ്ങോട്ട് വന്നേയല്ലേ ഉള്ളൂ, എന്നിട്ടും നിൻ്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ ആർക്കും സമയമില്ല, അതേതാണ്ട് പുറംപോക്കിന്ന് വന്ന പോലെയാണ് ഓരോരുത്തരുടെ രീതി എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന്. അന്നേരം നിനക്ക് തോന്നിയല്ല, നീ അങ്ങോട്ട് ചെന്ന് നോക്ക്, മുത്തശ്ശനും മുത്തശ്ശിയും നടുക്കിരുത്തിയാണ് ആദർശിൻ്റെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഇളക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ ദേഷ്യം കൊണ്ടാണ് നവ്യ മുത്തശ്ശിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നേരവണ്ണം എടുക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞു വാവയുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ചന്തുമോള് നവ്യയുടെ റൂമിലോട്ട് ചെല്ലുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ റൂമിലേക്ക് നീ കയറരുത്, അതുപോലെ എൻ്റെ മോനെയും തൊട്ടു പോകരുത് എന്നൊക്കെ കൊച്ചിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ നയനയ്ക്ക് ആകെ വിഷമമാവുന്നു. നയന് എന്തിനാ ചേച്ചി ചന്തുമോളോട് അങ്ങനെയൊക്കെ പറയുന്നത്, അതിന് വിഷമമാകുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, ഇത് നിൻ്റെ മോളായിരുന്നു എങ്കിൽ ഞാൻ അതിനെ എൻ്റെ മോനെ പോലെ തന്നെ സ്നേഹിച്ചേനെ, അതിനെ ഞാൻ ചേർത്ത് നിർത്തിയേനെ. പക്ഷേ ഇത് നിൻ്റെ ജീവിതത്തിൽ ആണി അടിക്കാൻ വേണ്ടി വന്നേക്കുന്ന സാധനമാണ്, അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റിയല്ല എന്നൊക്കെ തന്നെ പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമമാവുന്നുണ്ട് ചന്തുമോൾക്ക്. അതുകൊണ്ട് ആകെ വിഷമിച്ചാട്ടോ ചന്തുമോളെയും കൊണ്ട് നയന റൂമിൽ നിന്ന് പോകുന്നത്. ഏതായാലും ചന്തുമോൾക്ക് ഇതൊക്കെ കേട്ട് ആകെ വിഷമമായി എന്ന് പറയുമ്പോൾ ആദർശ് മോളെ എടുത്ത് മടി വയ്ക്കുന്നുണ്ട്. കാരണം സ്വന്തം മോളല്ല എന്ന് അറിഞ്ഞു, ആ ഒരു പാപഭാരം സ്വന്തം മനസ്സിൽ നിന്നെങ്കിലും മാറി കിട്ടിയില്ല. അതുകൊണ്ട് മോളെ കളിപ്പിക്കുന്ന ആദർശിനെയും കാണിക്കുന്നുണ്ട്.